ആഡ് ഫാറ്റിക്കിന്റെ പ്രശ്നം. അതെ. അപ്പൊ ഇതെങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും? ക്യാമ്പയിൻ റീഫ്രഷ്മെന്റ് അല്ലാതെ നമുക്കിതെങ്ങനെ നമുക്ക് ഇത് മാറ്റാനുള്ള ഓപ്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ? ഞാനാണെങ്കിൽ ഞാൻ ഫോക്കസ് ചെയ്യുന്ന മെയിൻ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫാറ്റിക് വന്നു കഴിഞ്ഞാലും എത്രത്തോളം ഇപ്പം ഇത്രയും നല്ല ലേണിംഗ് ഇപ്പോൾ 6 months 8 months ഒക്കെ ലേണിംഗ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ക്യാമ്പയിൻ ആണെങ്കിൽ എത്രത്തോളം മാക്സിമം ലീഡ് കോസ്റ്റ് കൂടുന്നുണ്ട് എന്നുള്ളതാണ് ഫസ്റ്റ് അനലൈസ് ചെയ്യുന്നത്. അപ്പം ഓവറായിട്ട് കൂടി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഡെഫിനറ്റ്ലി സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോ ചില സമയത്ത് ഇപ്പൊ നമ്മൾ കണ്ടിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചില ആഡ്സ് നമ്മളിപ്പോ ആ സെയിം ആഡിന്റെ ID കോപ്പി ചെയ്ത് തന്നെയാണ് നമ്മൾ സ്കെയിൽ ചെയ്ത് വെക്കുന്നത്. കാരണം ആ സോഷ്യൽ പ്രൂഫ് അവിടെ നിൽക്കാൻ വേണ്ടി ആ കമന്റ്സും ചിലപ്പോൾ നല്ല ക്രിയേറ്റീവ്സ് ചിലപ്പോൾ ക്രിയേറ്റീവ്സ് നല്ല കമന്റ്സ് ഒക്കെ വരും, നല്ല ഒരുപാട് ലൈക്സ് ഒക്കെ വരും. അപ്പോൾ അത് ആ ഒരു പർട്ടിക്കുലർ ക്രിയേറ്റീവ് ആഡ് ഫാറ്റിക് ആയി പോയാൽ നമുക്ക് തന്നെ ഒരു വിഷമമാണ്. കാരണം അത് നല്ലൊരു അത്രയോ സോഷ്യൽ പ്രൂഫ് എത്രയോ പൈസ മുടക്കിയാണ് നമുക്ക് അത്രയും കിട്ടിയത്. അപ്പോൾ ഈ ഒരു സോഷ്യൽ അങ്ങനെയുള്ള ഇതുണ്ടല്ലോ ക്രിയേറ്റീവ്സിനെ നമുക്ക് ആഡ് ഫാറ്റിക് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനുള്ള എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ? നമ്മൾ ആ ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സോഷ്യൽ പ്രൂഫിനെയും നമ്മളൊരു ക്രിയേറ്റീവ് സ്ട്രാറ്റജീസ് ആയിട്ട് എടുത്തിട്ട് അത് വെച്ചിട്ട് നമ്മൾ ക്രിയേറ്റീവ് ചെയ്തിട്ട് നമുക്കത് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു, അതായത് ഇപ്പം നിങ്ങൾക്ക് കുറെ കമന്റ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ ഇതിൽ പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് ആണ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കമന്റ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു സെപ്പറേറ്റ് ക്രിയേറ്റീവ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. അതിന്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് രീതിയിലാണ് നമ്മൾ അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ബ്രാൻഡിനാണ്, ബട്ട് അത് നമുക്ക് ഒരു ഭയങ്കര ഒരു സോഷ്യൽ പ്രൂഫ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അത് നമുക്ക് വർക്ക്ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. അതൊരു ജസ്റ്റ് ഒരു പറഞ്ഞ സമയത്ത് എനിക്ക് മൈൻഡിൽ വന്ന ഒരു സംഭവം. ഈ ക്രിയേറ്റീവ് ഫാക്ടറി ഓക്കെ നമുക്ക് ഓഫ് ചെയ്യണം, ബട്ട് ഇങ്ങനെയുള്ള നല്ല സോഷ്യൽ പ്രൂഫ് ഉള്ള ക്രിയേറ്റീവ് ഫാക്ടറിക് ആയിട്ടുള്ള ക്രിയേറ്റീവ്സ് ആണെങ്കിലും അത് സ്റ്റിൽ നമുക്ക് റിസൾട്ട്സ് ഡെലിവർ ചെയ്യാൻ അത് കണ്ടിന്യൂ ചെയ്യാം. ഈ പറഞ്ഞ പോലെ ഓരോ ആൾക്കാർ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ് ഉണ്ടാവുക. അപ്പൊ എസ്പെഷ്യലി പെർഫോമൻസ് മാർക്കറ്റിംഗിന്റെ കേസിൽ എനിക്ക് വർക്ക് ചെയ്യുന്ന കാര്യമായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. സോ നമ്മളത് ചെയ്യാറുണ്ട്, ഞാനത് ഓൺ ചെയ്തിടാറുണ്ട്. അപ്പൊ അത് ഫാക്ടറിക് എററായിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും, ബട്ട് സ്റ്റിൽ അത് റിസൾട്ട്സ് വരികയാണെങ്കിൽ നമ്മൾ ഓഫ് ചെയ്യില്ല. ഓക്കെ.